ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അക്കൗണ്ട്സിൻ്റെ പ്രൊസീജിയേഴ്സും അതുപോലെ അക്കൗണ്ട്സ് ഇൻഫർമേഷൻ ആർക്കൊക്കെയാണ് അതിൻ്റെ യൂസേഴ്സ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബിസിനസ്സിൻ്റെ ഓരോ പ്രവൃത്തികളും അതുപോലെ ബിസിനസ്സിൻ്റെ ലാഭനഷ്ടങ്ങൾ അതുപോലെ അവരുടെ കിട്ടാനുള്ളത് കൊടുക്കാനുള്ളത് അങ്ങനെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ്ങിൽ മെയിനായിട്ട് വരുന്ന പ്രൊസീജിയറാണ് റെക്കോർഡിങ് എന്ന് പറയുന്നത്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഡെയിലി നടക്കുന്ന ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും നമ്മൾ അന്നന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് റെക്കോർഡിംഗ്. ഈ ബുക്കിന് നമ്മൾ പറയുന്ന പേരാണ് ജേണൽ എന്ന് പറയുന്നത്. ജേണൽ എന്ന് പറയുന്ന ഈ ബുക്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെയിലി നടക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ, അതുപോലെ ഗുഡ്സ് സെയിൽ ചെയ്താൽ, അതുപോലെ എന്തെങ്കിലും എക്സ്പെൻസ് പേയ്മെൻറ്റ് ചെയ്താൽ, സാലറി ഫോർ എക്സാമ്പിൾ സാലറി കൊടുത്താൽ, ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷനും അതായത് ദിവസം നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും, ജേണൽ ബുക്ക് എന്ന് പറയുന്ന ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ, അതിന് ശേഷം വരുന്ന പ്രൊസീജിയറാണ് ക്ലാസിഫൈങ് എന്ന് പറയുന്നത്. ക്ലാസിഫൈങ് എന്ന് പറഞ്ഞാൽ സിമിലർ നാച്ചുറലുള്ള എല്ലാ ട്രാൻസാക്ഷനെയും ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ക്ലാസിഫൈങ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ആ ബുക്കിന്റെ പേരാണ് നമ്മൾ ലെഡ്ജർ ബുക്ക് എന്നാണ് പറയുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു പാർട്ടി, ആ പാർട്ടിൻ്റെ അടുത്ത് നിന്ന് മേടിച്ച സാധനങ്ങളും അതുപോലെ ആ പാർട്ടിക്ക് കൊടുത്ത പേയ്മെന്റുകളും ആ ഒരു പാർട്ടിയുടെ ബുക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അപ്പോൾ എ എന്ന പാർട്ടി ആണെങ്കിൽ എ എന്ന പാർട്ടിയുടെ പേരിലായിരിക്കും ബുക്ക് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ ബി എന്ന പാർട്ടി ആണെങ്കിൽ ആ ബി എന്ന പാർട്ടിയുടെ ബുക്ക് നമ്മൾ സെപ്പറേറ്റ് കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ സിമിലർ നാച്ചുറൽ ട്രാൻസാക്ഷനെല്ലാം ഒരു ബുക്കിലേക്ക് നമ്മൾ എഴുതി സൂക്ഷിക്കുന്ന ഒരു പ്രോസസ്സാണ് ക്ലാസിഫൈങ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന പ്രോസസ്സാണ് സമ്മറൈസിങ്. ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം സിമിലർ നാച്ചുറൽ ട്രാൻസാക്ഷൻ ഒക്കെ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. സമ്മറൈസിങ് എന്ന് പറയുന്നതിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ് വരുന്നത്. ഫസ്റ്റ് ട്രയൽ ബാലൻസ്, പിന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റ്, പിന്നെ ബാലൻസ് ഷീറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇത്രയും സ്റ്റേറ്റ്മെന്റുകൾ സമ്മറൈസിങ് എന്ന് പറയുന്ന പോർഷനിൽ വരും. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഓരോ അക്കൗണ്ടിന്റെ ഓരോ ലെഡ്ജറിന്റെയും ബാലൻസ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലേക്ക് ആക്കുന്ന പ്രോസസ്സാണ് എന്ത്, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം ആ ട്രയൽ ബാലൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നീട് ഈ ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നാലാമത്തെ സ്റ്റെപ്പാണ് അനലൈസിങ് എന്ന് പറയുന്നത്. അനലൈസിങ് എന്ന് പറയുന്നത് സമ്മറൈസിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു മെത്തോഡിക്കൽ ഫോർമാറ്റാണ്. ഓരോ ഡാറ്റയും ഓരോ ഫോർമാറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ടാവുക. ഇൻകം സ്റ്റേറ്റ്മെന്റിലും അതുപോലെ ബാലൻസ് ഷീറ്റിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഒരു ഹെഡാണ് കറണ്ട് അസെറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് കറണ്ട് അസെറ്റ് എന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. അതുപോലെ ഫിക്സഡ് അസെറ്റ്, ഏതൊക്കെയാണ് ഫിക്സഡ് അസെറ്റ് എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കും. ലയബിലിറ്റി ആണെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി ഏതൊക്കെയാണ്, അതുപോലെ ഷോർട്ട് ടേം ലയബിലിറ്റി ഏതൊക്കെയാണ്, നമുക്കിങ്ങനെ അനലൈസ് ചെയ്യാൻ കഴിയും ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ,
അതുപോലെ റേഷ്യോസ് യൂസ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യാറുണ്ട്. അതിനുശേഷം അത് ഇന്റർപ്രറ്റ് ചെയ്യും. ഓക്കെ, ആ ഒരു അനലൈസ് ചെയ്ത ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, അതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, അതോ അതിൽ കൂടുതൽ പെർഫോം ചെയ്തോ എന്നൊക്കെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഈ അനലൈസ് ചെയ്ത ഡാറ്റയുടെ ബേസിലാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ സെയിൽ കുറവാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സെയിൽ കുറഞ്ഞത്, സെയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ സെയിൽ കൂടാനുള്ള ഒരു റീസൺ. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഷോർട്ട് ടേം ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ കമ്പനിക്ക് വേണ്ടത്ര ക്യാഷ് ഇൻഫ്ലോ ഇല്ല, അത് എന്താണ് അതിൻ്റെ റീസൺ. ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഇന്റർപ്രറ്റ് ചെയ്യും. ഓക്കെ, ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തിച്ചേരും ഈ ഫിനാൻഷ്യൽ ഡാറ്റ വെച്ചിട്ട്. അതിനുശേഷം അത് നമ്മളെ യൂസേഴ്സ് ആരൊക്കെയാണോ ആ യൂസേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മെയിനായിട്ട് നമ്മളെ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് ആണ്. ഫസ്റ്റ് നമ്മൾ ഇന്റേണൽ മാനേജ്മെന്റിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഫിനാൻഷ്യൽ ഡാറ്റയുടെ ബേസിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഓരോ കാര്യങ്ങളും. ഓക്കെ, ഓരോ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ലാഭനഷ്ടങ്ങളും നമ്മളെ അസറ്റും ലയബിലിറ്റീസും അങ്ങനെ ഈച്ച് ആൻഡ് എവറി ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റിപ്പോർട്ടിംഗ് ഫോർമാറ്റിലാക്കിയിട്ട് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും 6 സ്റ്റെപ്പാണ് അക്കൗണ്ടിങ് പ്രൊസീജിയറിൽ വരുന്നത്. ഫസ്റ്റ് റെക്കോർഡിങ്, അതായത് ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ ഫസ്റ്റ് നമ്മൾ ഏതാണ് ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓക്കെ, അടുത്തത് ക്ലാസിഫൈ, ഈ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനൊക്കെ എന്ത് ചെയ്യും, സിമിലർ നേച്ചറുള്ളതൊക്കെ ഓരോ പർട്ടിക്കുലർ ബുക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, എഴുതി വെക്കും. അതിനാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. അതിനുശേഷം ആ ലെഡ്ജർ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും, ട്രയൽ ബാലൻസിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഡെബിറ്റ് ബാലൻസ് ഉള്ളത് ഡെബിറ്റ് സൈഡിലേക്കും ക്രെഡിറ്റ് സൈഡിലുള്ളത് ക്രെഡിറ്റ് സൈഡിലേക്കും ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രയൽ ബാലൻസും ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും അതുപോലെ ക്യാഷ് ഫ്ലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. ശേഷം ഈ ഡാറ്റ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. ഓക്കെ, ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്, അതുപോലെ ഫിക്സഡ് അസറ്റ്, ലയബിലിറ്റി എത്രയാണ്, ഓരോ കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്യും. ശേഷം എന്ത് ചെയ്യും, അനലൈസ് ചെയ്തത് നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഡാറ്റ യൂസ് ചെയ്യും, ഇന്റർപ്രറ്റിംഗ് എന്ന് പറയുന്നത്. അത് 5ാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡാറ്റ യൂസേഴ്സ് ആരൊക്കെയാണോ അവർക്ക് എന്ത് ചെയ്യും, ഡാറ്റ ഡിസെമിനേറ്റ് ചെയ്യും. ഓക്കെ, അടുത്തൊരു ഹെഡിങ് ആണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ്ങിന്റെ ഇൻഫർമേഷൻ ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആവുന്നത് എന്ന് വെച്ചാൽ ഇന്റേണൽ യൂസേഴ്സ് ഉണ്ടായിരിക്കും, എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ടായിരിക്കും. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് അകത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനാണ് നമ്മൾ എന്ത് പറയുക, ബിസിനസ്സിന് അകത്ത് ആർക്കൊക്കെയാണ് ഈ ബിസിനസ്സിന് ഇൻട്രസ്റ്റ് ഉള്ളത് ആ പാർട്ടിനാണ് നമ്മൾ എന്ത് പറയുക, ഇന്റേണൽ യൂസേഴ്സ്. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സിന് ഔട്ട്സൈഡ് ഉള്ള പാർട്ടീനാണ് നമ്മൾ എന്ത് പറയുക, എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഗുഡ്സ് സപ്ലൈ ചെയ്യണ പാർട്ടി, അതുപോലെ ഗുഡ്സ് മേടിക്കുന്ന കസ്റ്റമേഴ്സ്, അതുപോലെ ബാങ്ക്, ഇത്തരം പാർട്ടികളൊക്കെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. പൊതുവെ ആരൊക്കെയാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസേഴ്സ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇൻവെസ്റ്റേഴ്സ്. ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ക്യാപിറ്റൽ ആവശ്യമായി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പുതിയ ഇൻവെസ്റ്റേഴ്സിനെ തേടും. ഇൻവെസ്റ്റേഴ്സ് ആദ്യം നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റയാണ് യൂസ് ചെയ്യുക. അതായത് കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നൊക്കെ അറിയാൻ, കമ്പനിയുടെ പൊട്ടൻഷ്യൽ അറിയാൻ അവർ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കുക. ഓക്കെ, അപ്പോൾ ഒരു യൂസേഴ്സ് ആണ്, ഇൻവെസ്റ്റേഴ്സ് ആണ്. അടുത്തത് എംപ്ലോയീസ്. എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിലുള്ള ടോപ്പ് ലെവൽ എംപ്ലോയീസ് ഒക്കെ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ ഡാറ്റ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ അതുപോലെ സ്റ്റാഫിൻ്റെ ഇൻസെൻറ്റീവ്സിൽ ചേഞ്ചസ് വരുത്താനും അങ്ങനെ വിവിധ പർപ്പസിന് വേണ്ടിയിട്ട് അവിടുത്തെ എംപ്ലോയീസ് എന്ത് ചെയ്യും, അവിടുത്തെ ഡാറ്റ യൂസ് ചെയ്യും. പിന്നെ ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ചിലപ്പം എക്സ്ട്രാ ബോറോയിങ് ഫണ്ട് ആവശ്യമായി വരും. അപ്പോൾ അത്തരം കേസിൽ നമ്മൾ ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും പാർട്ടി നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടി വരും. അന്നേരം അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾക്ക് അവർ ഫണ്ട് തരണമെന്നുണ്ടെങ്കിൽ തന്ന ഫണ്ട് തിരിച്ചടക്കാനുള്ള എബിലിറ്റി നമ്മളെ കമ്പനിക്ക് ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം, അതിനുള്ള പൊട്ടൻഷ്യൽ നമ്മളെ കമ്പനിക്ക് ഉണ്ടോ എന്ന്
അവർക്ക് വിലയിരുത്തണമെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഡാറ്റ ആവശ്യമായിട്ട് വരും. പിന്നെ നാലാമത്തെ സപ്ലൈസ്. സപ്ലൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുഡ്സ് തരുന്ന പാർട്ടിനാണ് നമ്മൾ സപ്ലൈസ് എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും പാർട്ടിയുടെ നിന്ന് ഗുഡ്സ് മേടിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ക്യാഷിനാവാം അല്ലെങ്കിൽ ക്രെഡിറ്റിനാവാം. എസ്പെഷ്യലി ക്രെഡിറ്റിനാണ് ഗുഡ്സ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരും. കാരണം കൂടുതൽ കടത്തിന് ഗുഡ്സ് തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് പേയ്മെന്റ് നടത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് അവർക്ക് നോക്കേണ്ടി വരും. സപ്ലൈസിന് ക്രെഡിറ്റേഴ്സ് എന്ന് പറയാൻ കാരണം, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സപ്ലൈസ് ആണ്. നമ്മൾ കടത്തിന് സാധനം മേടിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യണം, 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് അവർക്ക് പേയ്മെന്റ് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ അത്തരം കേസിൽ അവർ നമ്മളുടെ ബിസിനസിന്റെ ആരാണ്, ക്രെഡിറ്റേഴ്സ് ആണ്. അവർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ, പൈസ കൊടുക്കാണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യതയാണ്, ലയബിലിറ്റിയാണ്. ഓക്കെ. പിന്നെ അടുത്ത യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ആണ്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാണോ ഗുഡ്സ് സെയിൽ ചെയ്യുന്നത്, നമ്മളെ അടുത്ത് നിന്ന് ഗുഡ്സ് മേടിക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കസ്റ്റമർ എന്ന് പറയുന്നത്. ഇപ്പോൾ ചില കേസിൽ കസ്റ്റമർക്ക് എന്താ ആവശ്യമായിട്ട് വരും, നമ്മളെ അടുത്ത് നിന്ന് ഗുഡ്സ് മേടിക്കുന്ന കസ്റ്റമർക്കും നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവശ്യമായിട്ട് വരാറുണ്ട്. ഓക്കെ. പിന്നുള്ളത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് എന്ന് പറയുന്നത് അതോറിറ്റി, ഇപ്പോൾ ടാക്സ് അതോറിറ്റി, ഗവൺമെന്റ് ഏജൻസികൾ, അവർക്കൊക്കെ എന്തായി ആവശ്യമായിട്ട് വരും, നമ്മളെ ഫിനാൻഷ്യൽ ഡാറ്റ ആവശ്യമായിട്ട് വരും. ഓക്കെ. അതുപോലെ കമ്പനിയുടെ മാനേജേഴ്സിന് നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റ ആവശ്യമായി വരും. കാരണം ഫ്യൂച്ചർ ഡിസിഷൻസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആവശ്യമായി വരാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും ആളുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇൻവെസ്റ്റേഴ്സ്, പിന്നെ എംപ്ലോയീസ്, ലെൻഡേഴ്സ്, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് എന്ന് പറയാൻ കാരണം, നമ്മൾ ആരെടുത്തെങ്കിലും നമ്മളാർക്കെങ്കിലും സാധനം സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അവർ നമുക്ക് എന്ത് ചെയ്യണം, ക്യാഷ് നമുക്ക് തിരിച്ചു തരാൻ ഒരു ലേബിളാണ്. ഓക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റാണ്, നമുക്ക് ക്യാഷ് കിട്ടണ്ട. നമ്മളൊരാൾക്ക് സെയിൽ ചെയ്താൽ അവർ നമുക്ക് ക്യാഷ് തരണം. ഓക്കെ. അപ്പോൾ അതാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഗവൺമെന്റ് ഏജൻസിക്കും അതുപോലെ മാനേജ്മെന്റിനൊക്കെ ഇത്തരം ആളുകൾക്കൊക്കെ എന്ത് ആവശ്യമായിട്ട് വരും, നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റ ആവശ്യമായിട്ട് വരും. ഓക്കെ.